നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ത്യൻ റോഡ് കോൺഗ്രസ് നിർദ്ദേശിക്കുന്നതും കരാർ പ്രകാരമുള്ളതുമായ സുരക്ഷ ഒരുക്കാതെ പാലിയേക്കര ടോൾ കരാർ കമ്പനി 13 വർഷം കൊണ്ട് 1521 കോടി രൂപ പിരിച്ചെടുത്തപ്പോൾ സംസ്ഥാന സർക്കാർ നോക്കുകുത്തിയായി മാറിയെന്ന് DCC വൈസ് പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ആരോപിച്ചു. അളഗപ്പനഗർ പഞ്ചായത്തിലെ 8ാം വാർഡിൽ കൃഷിനാശം വരുത്തിയ 2 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. ദേശീയപാത മരത്താക്കരയിൽ നിയന്ത്രണം തെറ്റിയ കണ്ടെയ്നർ ലോറി മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSുമായി സഹകരിച്ച് നടപ്പാക്കുന്ന പട്ടികവർഗ മേഖലയിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം KK രാമേന്ദ്രൻ MLA നിർവഹിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില കുത്തനെ കൂടി. 1 പവൻ സ്വർണത്തിന് 62,480 രൂപയായി. ആളൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ കുടുംബാരോഗ്യ പ്രവർത്തകർക്ക് സ്തനാർബുദം സ്വയം കണ്ടുപിടിക്കുന്നതിന് ക്യാമ്പ് സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ റോഡ് കോൺഗ്രസ് നിർദ്ദേശിക്കുന്നതും കരാർ പ്രകാരമുള്ളതുമായ സുരക്ഷ ഒരുക്കാതെ പാലിയേക്കര ടോൾ കരാർ കമ്പനി 13 വർഷം കൊണ്ട് 1521 കോടി രൂപ പിരിച്ചെടുത്തപ്പോൾ സംസ്ഥാന സർക്കാർ നോക്കുകുത്തിയായി മാറിയെന്ന് DCC വൈസ് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവുമായ ജോസഫ് ടാജറ്റ് ആരോപിച്ചു. പാലിയേക്കര ടോൾ കരാർ കമ്പനി കഴിഞ്ഞ 13 വർഷക്കാലമായി സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാതെ 1521 കോടി രൂപ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്തപ്പോൾ സംസ്ഥാന സർക്കാർ നോക്കുകുത്തിയായി നിന്നു എന്നാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. 2012 ഫെബ്രുവരി 9 ഈ ടോൾ പിരിവ് ആരംഭിച്ചത്. അന്ന് കരാറിൽ പറയുന്ന നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയായിരുന്നില്ല, സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയായിരുന്നില്ല. 2016 ഇതിന് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചത്. പക്ഷെ അന്നും ഇത് പൂർത്തിയാകാതെ ഇപ്പൊ നമുക്ക് ലഭിച്ച വിവരാവകാശ രേഖയിൽ പറയുന്നു സുരക്ഷാ ക്രമീകരണങ്ങൾ ഇനിയും പൂർത്തിയാകാനുണ്ട്, നിർമ്മാണ പ്രവർത്തികൾ ഇനിയും പൂർത്തിയാകാനുണ്ട്. ടോൾ പിരിവ് ആരംഭിച്ച് ഫെബ്രുവരി 9 13 വർഷം പൂർത്തീകരിക്കുകയാണ്. കരാർ നിർമ്മാണ പ്രവർത്തികൾ പ്രത്യേകിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കാതെയാണ് കമ്പനി ഇപ്പോഴും ടോൾ പിരിക്കുന്നത്. സുരക്ഷാ ഓഡിറ്റ് റിപ്പോർട്ടിൽ പരാമർശിച്ച 11 ബ്ലോക്ക് സ്പോട്ടുകളിൽ 5 മാത്രമാണ് പരിഹാര നിർദ്ദേശങ്ങൾ കമ്പനി ചെയ്തിട്ടുള്ളത്. ബാക്കി നടത്തറ, മരത്താക്കര, പോട്ട ആശ്രമം ജംഗ്ഷൻ, പുതുക്കാട്, കൊടകര, പേരാമ്പ്ര എന്നിവിടങ്ങളിലും 30ഓളം തീവ്ര അപകട സാധ്യത കവലകളിലും മറ്റ് അപകട സാധ്യതയുള്ള 20 ജംഗ്ഷനുകളിലും ഇതുവരെ കമ്പനി ഒന്നും ചെയ്തിട്ടില്ലെന്ന് തനിക്ക് ലഭിച്ച വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നതായും ജില്ലാ പഞ്ചായത്ത് അംഗം പറഞ്ഞു. നിരന്തരം അപകടമുണ്ടാകുന്ന പുതുക്കാട് KSRTC ജംഗ്ഷനിൽ പോലും ഒന്നും ചെയ്തില്ല എന്നുള്ളത് ഗുരുതരമായ വീഴ്ചയാണ്. ഇത്തരം ജംഗ്ഷനിൽ എന്തെങ്കിലും പരിഹാരം നിർദ്ദേശങ്ങൾ ചെയ്യുമോ എന്ന ചോദ്യത്തിന് ഒരു മറുപടി രേഖയും നൽകുന്നില്ല. 2022 നവംബറിൽ നടന്ന സുരക്ഷാ ഓഡിറ്റിന്റെ റിപ്പോർട്ടിൽ 11 ബ്ലോക്ക് സ്പോട്ടുകൾ ഉൾപ്പെടെ 50ഓളം കവലകളിൽ മേൽപ്പാലങ്ങൾ, അടിപ്പാതകൾ, U-ടേൺ ട്രാക്കുകൾ, സൈൻ ബോർഡുകൾ എന്നിവയാണ് പരിഹാര നിർദ്ദേശങ്ങളായി കാണിച്ചിട്ടുള്ളത്. നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാത്തതുകൊണ്ട് ഈ മേഖലകൾ ഇനിയും കുരുതി കളങ്ങളായി മാറും. ഇതൊക്കെ കണ്ട് അനങ്ങാതെ സംസ്ഥാന സർക്കാർ നോക്കുകുത്തിയായി നിൽക്കുകയാണ്. കരാർ ലംഘനത്തിന്റെ പേരിൽ കരാറിൽ നിന്നും കമ്പനിയെ പുറത്താക്കാൻ NHI നോട്ടീസ് നൽകിയതിനും 2243.53 കോടി രൂപ കരാർ കമ്പനിക്ക് പിഴ ചുമത്തിയതുമായി ബന്ധപ്പെട്ട് ആർബിട്രേഷണൽ ട്രിബ്യൂണൽ നിലവിലുള്ള കേസിൽ നിന്നും സംസ്ഥാന സർക്കാർ ഒഴിവായത് കമ്പനിയെ പുറത്താക്കാൻ ലഭിച്ച അവസരം നഷ്ടപ്പെടുത്തലാണെന്നും ജോസഫ് ടാജറ്റ് വ്യക്തമാക്കി. കരാർ കാലാവധി തീരാൻ 3 വർഷം മാത്രമാണ് ഉള്ളതെന്നിരിക്കെ ഇനിയും കമ്പനിയെ കരാർ ലംഘനം നടത്തി ജനങ്ങളെ കൊള്ളയടിക്കാൻ അനുവദിക്കരുത്. ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിലവിലുള്ള കേസിലും സർക്കാർ മൗനം പാലിക്കുകയാണെന്നും DCC വൈസ് പ്രസിഡന്റ് കുറ്റപ്പെടുത്തി. പ്രതിദിനം 42,000 വാഹനങ്ങൾ ടോൾ നൽകി കടന്നുപോകുന്നുണ്ടെന്നും 52 ലക്ഷം രൂപ പിരിച്ചെടുക്കുന്നുണ്ടെന്നും വിവരാവകാശ രേഖയിൽ പറയുന്നു.
2028 കാലാവധി തീരുമെങ്കിലും ഭാരത്മാല പരിയോജനയിൽ ENH 6 വരിയാക്കുമെന്നിരിക്കെ ടോൾ എന്ന കൊള്ള ഇനിയും തുടരുമെന്നും അതിനെതിരെ സംസ്ഥാന സർക്കാർ ജാഗ്രത പുലർത്തണമെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. എളവള്ളി ചിറ്റാറ്റുകരയിൽ ഇടഞ്ഞ ആനയുടെ കുത്തേറ്റ് ഒരാൾ മരിച്ചു. പാപ്പാന് ഗുരുതര പരിക്കേറ്റു. ആലപ്പുഴ സ്വദേശി ആനന്ദാണ് മരിച്ചത്. ബ്രഹ്മകുളം പൈങ്കിണിക്കൽ ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച ചിറക്കൽ ഗണേശൻ എന്ന ആനയാണ് ഇടഞ്ഞത്. കുളിപ്പിക്കുന്നതിനിടെ പാപ്പാനെ കുത്തിയ ശേഷം ഇടഞ്ഞോടിയ ആന ഗണേശനെയും ആക്രമിക്കുകയായിരുന്നു. ഗുരുതര പരിക്കേറ്റ ആനന്ദിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. പച്ചമരുന്ന് കച്ചവടക്കാരനായ ആനന്ദും ഭാര്യയും പാടത്ത് കിടക്കുന്നതിനിടെ ഓടിയെത്തിയ ആന ആനന്ദിനെ ആക്രമിക്കുകയായിരുന്നു. സംഭവം കണ്ട് ഭാര്യ ഓടി മാറിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ആനയെ പിന്നീട് തളച്ച ശേഷം ലോറിയിൽ കയറ്റി കൊണ്ടുപോയി. അളഗപ്പനഗർ പഞ്ചായത്തിലെ 8ാം വാർഡിൽ 2 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. പൂക്കോട്, കാവല്ലൂർ, കീനൂർ, പാലക്കുന്ന്, തോട്ടുരുത്തി പ്രദേശത്ത് പാടശേഖരത്ത് നെൽകൃഷി നാശം വരുത്തുന്നുവെന്ന കർഷകരുടെ പരാതിയെ തുടർന്നാണ് നടപടി. പഞ്ചായത്ത് നിയോഗിച്ച അംഗീകൃത ഷൂട്ടർമാരായ സുദർശൻ മാത്തോളി, KT ജെയിംസ് എന്നിവരാണ് പന്നിയെ കൊന്നത്. പഞ്ചായത്ത് അംഗം ജിഷ്മ രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ കർഷകരായ രാജു കിഴക്കൂടൻ, പാടശേഖര സമിതി പ്രതിനിധികളായ TM പുഷ്പാകരൻ, ജോഷി കൊമ്പൻ എന്നിവരുടെ സഹകരണത്തോടെ കാട്ടുപന്നികളെ പിടികൂടി. കൃഷിയിടത്തിൽ കുഴിയെടുത്ത് കാട്ടുപന്നികളെ നിയമപരമായി മറവു ചെയ്തു. കാട്ടുപന്നികളുടെ വർധനവ് കൃഷിക്കാർക്ക് വലിയ ഭീഷണിയാകുന്ന സാഹചര്യത്തിൽ തുടർന്നും കൂടുതൽ കാട്ടുപന്നി ശല്യം ഒഴിവാക്കുന്നതിനു വേണ്ടി പ്രവർത്തനം ശക്തമാക്കുമെന്ന് അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി അറിയിച്ചു. ദേശീയപാത മരത്താക്കരയിൽ നിയന്ത്രണം തെറ്റിയ കണ്ടെയ്നർ ലോറി മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. എറണാകുളത്ത് നിന്നും വളം കയറ്റി പാലക്കാടിന് പോവുകയായിരുന്ന ലോറിയാണ് ദേശീയപാത മരത്താക്കര സിഗ്നൽ ജംഗ്ഷന് സമീപം മറഞ്ഞത്. പാലക്കാട് സ്വദേശിയായ ലോറി ഡ്രൈവർക്കാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ് അപകടം. നിയന്ത്രണം തെറ്റിയ ലോറി റോഡരികിലെ മരത്തിലിടിച്ച് സമീപത്തെ ഗ്രാനൈറ്റ് ഷോപ്പിന് മുന്നിലേക്ക് മറിയുകയായിരുന്നു. കേരള ഗ്രാമീണ ബാങ്കിന്റെ തൃശൂർ റീജിയണൽ ഓഫീസിന്റെയും കോൺഫറൻസ് ഹാളിന്റെയും വിയൂരിലെ പുതിയ കെട്ടിടം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. കേരള ഗ്രാമീൺ ബാങ്ക് തൃശൂർ റീജിയണൽ ഓഫീസിന്റെ പുതിയ കെട്ടിടം വിയൂർ പവർ ഹൌസ് ജംഗ്ഷനിലെ കിഷാനു സ്ക്വയറിലെ 2ാം നിലയിലാണ് ആരംഭിച്ചിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ കേരള ഗ്രാമീൺ ബാങ്ക് ചെയർപേഴ്സൺ വിമല വിജയഭാസ്കർ അധ്യക്ഷത വഹിച്ചു. തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ML റോസി മുഖ്യാതിഥിയായി പങ്കെടുത്തു. LDMS മോഹനചന്ദ്രൻ, നബാർഡ് DDM സെബിൻ ആന്റണി, തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർമാരായ റന്യ ബൈജു, NA ഗോപകുമാർ, കേരള ഗ്രാമീൺ ബാങ്ക് റീജിയണൽ മാനേജർ S ശ്യാമള, കേരള ഗ്രാമീൺ ബാങ്ക് ജനറൽ മാനേജർ S സിന്ധുശ്രീ എന്നിവർ സന്നിഹിതരായി. 90 ലക്ഷത്തിൽ പരം ഇടപാടുകാരുള്ള കേരള ബാങ്കിന്റെ സേവനങ്ങൾ വിശ്വസ്തവും സുതാര്യവുമാണ്. ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങൾ, വിവിധ നിക്ഷേപ പദ്ധതികൾ, മുതിർന്ന പൗരന് അധിക പലിശ, വിവിധ ആവശ്യങ്ങൾക്കുള്ള വായ്പാ പദ്ധതികൾ, എല്ലാവിധ കാർഷിക വ്യാവസായിക ആവശ്യങ്ങൾക്കുമുള്ള വായ്പകൾ, കുടുംബശ്രീ വായ്പ, വാഹന വായ്പ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ ഭവന വായ്പ, വിദേശ വിദ്യാഭ്യാസ വായ്പാ സൗകര്യങ്ങൾ കൂടാതെ മറ്റു ബാങ്കുകളിൽ നിന്ന് ഹൗസിംഗ് ലോൺ ടേക്ക് ഓവർ ചെയ്യുന്നു. കാരണം ഞങ്ങളൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്ക്. ആദ്യകാലത്ത് എൻ്റെയൊക്കെ നാട്ടിൽ അന്ന് നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക് എന്നുള്ള പേരിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ 2 ബാങ്കുകൾ സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും ഒരുമിച്ചതിന് ശേഷം KGB ആയതിനു ശേഷം നല്ല പ്രവർത്തനങ്ങൾ നിങ്ങൾ കാഴ്ചവെക്കുന്നു എന്നുള്ളത് ഞങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. Taken all efforts to give the comfort to our retired employees also, all the pensioners. You are aware that we developed the new application, the app which gives whatever the queries you are expecting. ഇപ്പോൾ നമ്മുടെ 51,933 കോടി ബിസിനസ്സാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത്. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമായി നമുക്ക് 634 ബ്രാഞ്ചസ് ഉണ്ട്. പിന്നെ ഏത് പൊതുമേഖല ബാങ്കിലുള്ള അത്രയും എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ബാങ്കിലുണ്ട്. സന്ദർശിക്കുക കേരള ഗ്രാമീൺ ബാങ്ക് തൃശൂർ റീജിയണൽ ഓഫീസ്, 2nd ഫ്ലോർ, കിഷാനു സ്ക്വയർ, പവർ ഹൌസ് ജംഗ്ഷൻ, വിയൂർ. വിളിക്കേണ്ട നമ്പർ 9400 99 9400 00 9400 99 99 32.
വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSുമായി സഹകരിച്ച് നടപ്പാക്കുന്ന പട്ടികവർഗ മേഖലയിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം കെ രാമേന്ദ്രൻ MLA നിർവഹിച്ചു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയായി. ജില്ലാ മിഷൻ കോർഡിനേറ്റർ U സലീൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TG അശോകൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, പഞ്ചായത്ത് സ്ഥിരം അധ്യക്ഷന്മാരായ റോസ്ലി തോമസ്, ബിന്ദു ബഷീഷ്, അഷ്റഫ് ചാലിയത്തൊടി, പഞ്ചായത്ത് സെക്രട്ടറി കിൻസ് ബോയ്, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ശാരദ കുമാരൻ, കുടുംബശ്രീ അംഗം ലൗലി എന്നിവർ സന്നിഹിതരായി. കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിലെ പട്ടികവർഗ വിഭാഗത്തിലെ വനിതകൾക്ക് ആടുവളർത്തൽ, കോഴി വളർത്തൽ എന്നിവയുടെ ഫണ്ട് വിതരണവും പട്ടിക വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ നൽകുന്ന ബ്രിഡ്ജ് കോഴ്സ് പദ്ധതിയുടെ ഉദ്ഘാടനവും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം പട്ടികവർഗ വിഭാഗത്തിൽ 2023-24 സാമ്പത്തിക വർഷം 150 തൊഴിൽ ദിനം പൂർത്തീകരിച്ചവരെ ആദരിക്കുന്ന ചടങ്ങും അതോടൊപ്പം ഉജ്ജീവനം പദ്ധതി പ്രകാരം അതിദരിദ്രർക്ക് അനുവദിച്ച ഫണ്ട് വിതരണവും നടത്തി. ആളൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് കുടുംബാരോഗ്യ പ്രവർത്തകർക്ക് സ്ഥാനാർബുദം സ്വയം കണ്ടുപിടിക്കുന്നതിന് ക്യാമ്പ് സംഘടിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് രതി സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ MS വിനയൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സ്ഥാനാർബുദം, ഗർഭാശയകള ക്യാൻസർ എന്നിവയുടെ ബോധവൽക്കരണ പരിപാടി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ J അല്ലി പ്ലാക്കൽ നിർവഹിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ റോയി വിൽഫ്രഡ് വിഷയാവതരണം നടത്തി. ആനന്ദപുരം കോസ്മോസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ തണ്ടിയേക്കൽ ചാക്കുണ്ണി മെമ്മോറിയൽ യൂത്ത് സെന്റർ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി R ബിന്ദു നിർവഹിച്ചു. NC രതീഷ് അധ്യക്ഷത വഹിച്ചു. മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ചിറ്റ്ലപ്പള്ളി മുഖ്യാതിഥിയായി പങ്കെടുത്തു. ആനന്ദപുരം ലിറ്റിൽ ഫ്ലവർ പള്ളി വികാരി ഫാദർ ജോൺസൺ തറയിൽ വിശിഷ്ട സാന്നിധ്യമായി. ഡോക്ടർ ടെന്നീസൺ, പഞ്ചായത്ത് അംഗങ്ങളായ നിജി വത്സൻ, വൃന്ദകുമാരി, A രാജീവ്, രക്ഷാധികാരികളായ ജിൻഡോ പോൾ, വിപിൻ വെള്ളയത്ത് എന്നിവർ സന്നിഹിതരായി. ക്ലബ് പ്രസിഡന്റ് NC രതീഷ്, സെക്രട്ടറി MM ശരത്, ഖജാൻജി TV അശ്വിൻ എന്നിവർ നേതൃത്വം നൽകി. മെന്റേ സ്പോർട്സ് കരാട്ടെ അക്കാദമിയുടെ നേതൃത്വത്തിൽ നടന്ന ഇന്റർ ക്ലബ് കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ സെക്കൻഡ് റണ്ണപ്പ് സ്ഥാനം കരസ്ഥമാക്കി തലോർ ജീസസ് അക്കാദമി സ്കൂൾ. ജീസസ് അക്കാദമിയിലെ 10 കുട്ടികൾ പങ്കെടുത്തതിൽ വിവിധ ഇനങ്ങളിലായി 1, 2, 3 സ്ഥാനങ്ങൾ കുട്ടികൾ നേടി. വിദ്യാവിഹാർ സെൻട്രൽ സ്കൂളിലാണ് ചാമ്പ്യൻഷിപ്പ് നടന്നത്. ശോച്യാവസ്ഥയിലായ പുലക്കാട്ടുകര കല്ലൂർമഠം റോഡ് ശാസ്ത്രീയമായി റീടാറിംഗ് നടത്തണമെന്ന് രാഷ്ട്രീയ ജനതാദൾ RJD നെന്മണിക്കര പഞ്ചായത്ത് കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജൻ മഞ്ഞളി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം IP കുട്ടൻ അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് TI സേവിയർ, നിയോജക മണ്ഡലം സെക്രട്ടറി KS ശശി, MA കൊച്ചുമോൻ, AN സുകുമാരൻ, നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് NA രവീന്ദ്രൻ, അഡ്വക്കേറ്റ് വിൻസെന്റ് ചിറയത്ത്, KK സിദ്ധാർത്ഥൻ, AS സുചിത്ര എന്നിവർ പ്രസംഗിച്ചു. പാലപ്പള്ളി ഓത്തനാട് 907 ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവം ഫെബ്രുവരി 8 ആഘോഷിക്കും. രാവിലെ 5 ഗണപതി ഹോമം, 6:30 ഉഷപൂജ, 8:30 ശ്രീവേലി, 9 കലശാഭിഷേകം, 10 ശ്രീഭൂതബലി, ഉച്ചയ്ക്ക് 12 മുതൽ 1 വരെ കാവടി, ഉച്ചതിരിഞ്ഞ് 3 ശീവേലി, വൈകിട്ട് 6 ദീപാരാധന, പൂമൂടൽ, ഗുരുതി, രാത്രി 11:30 ശേഷം 1 മണി വരെ കാവടി, തുടർന്ന് കൊടിയിറക്കം. ഗുരുവായൂർ ആധ്യാത്മിക പഠന കേന്ദ്രത്തിന്റെ രക്ഷാധികാരി ആചാര്യൻ സ്വാമി കൃഷ്ണാനന്ദ സരസ്വതിയുടെ കാർമ്മികത്വത്തിൽ പറപ്പൂക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര പ്രതിഷ്ഠയ്ക്കനുസരിച്ച് സുബ്രഹ്മണ്യ സഹസ്രനാമാർച്ചന, ശിവാനന്ദ ലഹരി അർച്ചന, സൗന്ദര്യ ലഹരി അർച്ചന, ഹസ്വനാരായണീയം, ഹസ്വദേവി നാരായണീയം, ആരതി എന്നിവ നടത്തും. ക്ഷേത്ര ദർശനം 2025 ഭാഗമായി ഞായറാഴ്ച രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് ചടങ്ങ് നടത്തുന്നത്. സംസ്ഥാനത്ത് സ്വർണ്ണവില കുത്തനെ കൂടി. 1 പവൻ സ്വർണത്തിന് ചൊവ്വാഴ്ച വർദ്ധിച്ചത് 840 രൂപയാണ്. ഇതോടെ പവന്റെ വില ചരിത്രത്തിൽ ആദ്യമായി 62,000 കടന്നു. 1 പവൻ സ്വർണത്തിന് 62,480 രൂപയായി. ഗ്രാമിന് 105 രൂപ കൂടി 7,810 രൂപയാണ് വിപണി വില. ഒരാഴ്ചയ്ക്ക് ശേഷം തിങ്കളാഴ്ച സ്വർണ്ണവില കുറഞ്ഞിരുന്നു. വിലയിലുണ്ടായ കുതിച്ചുചാട്ടത്തോടെ പവൻ സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിൽ പണിക്കൂലിയും GSTയും അടക്കം 70,000 രൂപയോളം നൽകേണ്ടി വരും. ഭൗമരാഷ്ട്രീയ പ്രശ്നങ്ങളാണ് സ്വർണ്ണവില ഉയരുന്നതിന് പിന്നിലുള്ള പ്രധാന കാരണം. അടുത്തതായി ഇൻഫോടോക്ക്. ആധാർ പുതുക്കാൻ അജ്ഞാത നമ്പറിൽ നിന്നും ബാങ്കിന്റേതെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന സന്ദേശം അയച്ച് പണം കവരുന്ന തട്ടിപ്പ് സംഘങ്ങൾ സജീവം. തട്ടിപ്പുകാരുടെ കെണിയിൽപ്പെട്ട് പലർക്കും പണം നഷ്ടമായതോടെ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പുമായി പോലീസ്.
വാട്സാപ്പും മറ്റ് സമൂഹ മാധ്യമ അക്കൗണ്ടുകളും ലക്ഷ്യം വെച്ചാണ് തട്ടിപ്പുകാരുടെ പ്രവർത്തനം. ഇത്തരം മെസ്സേജുകളിലുള്ള ഫയലിൽ ക്ലിക്ക് ചെയ്താൽ നിമിഷങ്ങൾക്കകം ബാങ്ക് അക്കൗണ്ടുകൾ കാലിയാകും. ഡാർക്ക് വെബിൽ നിന്നും ബാങ്ക് അക്കൗണ്ടുകളുടെ വിവരങ്ങൾ കൈക്കലാക്കിയാണ് അക്കൗണ്ട് ഉടമകളുടെ വാട്സപ്പ് നമ്പറുകളിലേക്ക് ആധാർ പുതുക്കാനായി ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ പാക്കേജ് അയക്കുക. പ്രത്യേകം പ്രോഗ്രാം ചെയ്തു വച്ചിരിക്കുന്ന APK ഫയലിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ പിന്നെ മൊബൈൽ തട്ടിപ്പുകാരുടെ നിയന്ത്രണത്തിലാകും. മൊബൈൽ ബാങ്ക് ആപ്പിലൂടെ പണം തട്ടിപ്പുകാർ തങ്ങളുടെ പല അക്കൗണ്ടുകളിലേക്ക് നിമിഷങ്ങൾക്കുള്ളിൽ മാറ്റുകയും ചെയ്യും. സൈബർ തട്ടിപ്പിനിരയായാൽ സമയം കളയാതെ 1930 എന്ന സൈബർ കം ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ചറിയിക്കുകയോ www.cybercrime.gov.in എന്ന വെബ്സൈറ്റിൽ റിപ്പോർട്ട് ചെയ്യാം. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ്. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വനിതാ ഫിറ്റ്നസ് സെന്ററിലേക്ക് ട്രെയിനറായി നിശ്ചിത യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. അവസാന തീയതി ഫെബ്രുവരി 11. കൂടുതൽ വിവരങ്ങൾക്ക് പഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെടുക. പുതുക്കാട് പ്രചോദി നികേതൻ കോളേജിലെ സൈക്കോളജി ഗവേഷണം ജനറൽ റിസർവേഷൻ വിഭാഗങ്ങളിൽ ഒഴിവുണ്ട്. ഫെബ്രുവരി 14 മുമ്പ് അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 9495422530. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7810 രൂപയും പവന് 62,480 രൂപയും രേഖപ്പെടുത്തി. KGMOA ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ബിനോജ് ജോർജ് മാത്യു അന്തരിച്ചു. 46 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച നടക്കും. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ സൂപ്രണ്ടും കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസറുമായിരുന്നു. മണ്ണാർക്കാട് മാരത്തണിൽ പങ്കെടുക്കുന്നതിനിടെ കുഴഞ്ഞു വീണായിരുന്നു മരണം. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യൻ റോഡ് കോൺഗ്രസ് നിർദ്ദേശിക്കുന്നതും കരാർ പ്രകാരമുള്ളതുമായ സുരക്ഷ ഒരുക്കാതെ പാലിയക്കര ടോൾ കരാർ കമ്പനി 13 വർഷം കൊണ്ട് 1521 കോടി രൂപ പിരിച്ചെടുത്തപ്പോൾ സംസ്ഥാന സർക്കാർ നോക്കുകുത്തിയായി മാറിയെന്ന് DCC വൈസ് പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ആരോപിച്ചു. അളഗപ്പനഗർ പഞ്ചായത്തിലെ 8ാം വാർഡിൽ കൃഷിനാശം വരുത്തിയ 2 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. ദേശീയപാത മരത്താക്കരയിൽ നിയന്ത്രണം തെറ്റിയ കണ്ടെയ്നർ ലോറി മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSുമായി സഹകരിച്ച് നടപ്പാക്കുന്ന പട്ടികവർഗ മേഖലയിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം KK രാമേന്ദ്രൻ MLA നിർവഹിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില കുത്തനെ കൂടി. 1 പവൻ സ്വർണത്തിന് 62,480 രൂപയായി. ആളൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ കുടുംബാരോഗ്യ പ്രവർത്തകർക്ക് സ്ഥാനാർബുദം സ്വയം കണ്ടുപിടിക്കുന്നതിന് ക്യാമ്പ് സംഘടിപ്പിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.